ഹായ് കിഡീസ് മലയാളം വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു ഒന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഏതാ? ക. രണ്ടാമത്തെ ക്ലാസ്സിൽ ഏതാ പഠിച്ചേ? ഘ അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യഞ്ജനാക്ഷരം ഘ. ഏതാ? ഘ. നമുക്ക് ഘ എങ്ങനെ എഴുതുന്നു നോക്കാം. നമ്മളെ എസ് പഠിച്ചില്ലോ ഇംഗ്ലീഷിൽ, ഇങ്ങനെ വന്ന് ഇങ്ങനെ എസ് ക്യാപിറ്റൽ ലെറ്റർ. നമുക്ക് അതൊന്ന് തിരിച്ചെഴുതി നോക്കാം. എസ് എങ്ങനെ വരുവാ? ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. നമുക്ക് ഘ എങ്ങനെ എഴുതുന്നു നോക്കാം. ആദ്യം കുറച്ച് കുത്തിട്ടിട്ട് അതിന്റെ മുകളിലൂടെ എഴുതിയിട്ട് നോക്കാം. കാണുന്നുണ്ടോ? ഘ. ഏതാ? ഘ. ഇതിന്റെ മുകളിലൂടെ ഒന്ന് എഴുതി നോക്കാം. ശ്രദ്ധിച്ചു നോക്കണേ, മനസ്സിലാവാൻ വേണ്ടിയിട്ടാ. ഇവിടുന്ന് മുകളിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് വീണ്ടും താഴെന്ന് വീണ്ടും അത് ഇതാ മുകളിലോട്ട് പോയി വീണ്ടും താഴത്തോട്ട്. ഘ. എസ് പോലെ തോന്നുന്നില്ലേ? നോക്കിയട്ടെ. ഇങ്ങനെ വളഞ്ഞ് വീണ്ടും മേളിലോട്ട് പോയി ഇങ്ങനെ വന്ന് അത് വീണ്ടും താഴത്തോട്ട്. ഘ. ഒന്നുകൂടി നോക്കിയേ. ഇവിടുന്ന് വന്ന് താഴെലോട്ട് വളഞ്ഞ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ, എന്നിട്ട് ഇവിടുന്ന് അതേപോലെ മുകളിലോട്ട് വളഞ്ഞ് വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ താഴത്തോട്ട്. ഘ. എസ് നമ്മൾ ഇങ്ങനെ എഴുതി, നമ്മൾ ഘ എങ്ങനെ അത് തിരിച്ചെഴുതി അല്ലേ? ഒന്നുകൂടി എഴുതി നോക്കാം നമുക്ക്. ശ്രദ്ധിച്ചു നോക്കണേ. മുകളിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് താഴത്തോട്ട് വീണ്ടും ഇവിടുന്ന് മുകളിലോട്ട് വീണ്ടും വന്ന് കറങ്ങിയതാ താഴത്തോട്ട് അല്ലേ? ഘ. വ്യഞ്ജനാക്ഷരം ഘ. ഒന്നുകൂടി നോക്കിയേ. മുകളിൽ നിന്ന് ഇങ്ങനെ എഴുതി ഇങ്ങനെ വീണ്ടും അതെന്ത് ചെയ്തു? അവിടുന്ന് മുകളിലോട്ട് വളഞ്ഞ് തിരിഞ്ഞ് വീണ്ടും ഇങ്ങനെ വന്ന് വീണ്ടും താഴത്തോട്ട്. ഘ. ഒന്നുകൂടി നോക്കിയേ. ഇങ്ങനെ വന്ന് വീണ്ടും അതെന്ത് വന്നു? താഴത്തോട്ട് വന്നില്ലേ? മുകളിൽ നിന്ന് തുടങ്ങി വളച്ച് കറങ്ങി ഇങ്ങനെ വീണ്ടും അതേതാ വളഞ്ഞ് മുകളിലോട്ട് എത്തിയില്ല ഇവിടെ വരെ. ഇവിടുന്ന് എന്ത് ചെയ്തു? വീണ്ടും അതേതാ താഴത്തോട്ട് വന്നു. ഘ. ഏതാ? ഘ. ഒന്നുകൂടി നോക്കിയേ. ഇങ്ങനെ വന്ന് വീണ്ടും അതിതാ ബുക്ക് എടുത്തിട്ടൊന്ന് എഴുതി നോക്കിയേ പറഞ്ഞുകൊണ്ട്. ഘ. മുകളിൽ നിന്ന് തുടങ്ങി വളഞ്ഞ് വീണ്ടും അതിങ്ങനെ വളഞ്ഞ് എന്താ തോന്നുന്നു? മുകളിലോട്ട്. വീണ്ടും അതെന്താ കറങ്ങി താഴത്തോട്ട് തന്നെ വന്നു അല്ലേ? ഇവിടുന്ന് മുകളിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വളഞ്ഞ് പിന്നെ അത് മുകളിലോട്ട് എത്തി ഇവിടുന്ന് വളഞ്ഞ് കറങ്ങി എന്താ താഴത്തോട്ട്. ഘ. ഒന്നുകൂടി നോക്കിയേ. എഴുതാൻ പറ്റുന്നുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയ ഒന്നുകൂടി. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ. ഏതാ അക്ഷരം? വ്യഞ്ജനാക്ഷരം ഘ. വ്യഞ്ജനാക്ഷരം ഘ. കൈവിടാതെ എഴുതി നോക്കിയ പറഞ്ഞുകൊണ്ട്. വ്യഞ്ജനാക്ഷരം ഘ. മുകളിൽ നിന്ന് ഇങ്ങനെ വന്ന് കറങ്ങി അത് വീണ്ടും മുകളിലോട്ട് പോയി കറങ്ങി എങ്ങനെ എത്തി? താഴത്തോട്ട് വന്നു. ഏതാ അക്ഷരം എന്ന് പഠിച്ചേ? വ്യഞ്ജനാക്ഷരം ഘ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാ, നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാ, അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാ. താങ്ക് യു.